കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് എന്താണെന്ന് പറയാൻ മനസ്സിലായില്ലെങ്കിലും നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. ഈ ഒരു സംഭവമാണ് നമ്മൾ തോരനാക്കി റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. വാഴക്കൂമ്പാണ് കേട്ടോ. പലയിടങ്ങളിൽ പല പേരുകളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെ വാഴക്കൂമ്പെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ അതിനെ ആദ്യം ഒന്ന് ജസ്റ്റ് അതിൻ്റെ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ കൊത്തി അരിഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ. പിന്നെയാണ് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ചോപ്പർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വെറുതെ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളാക്കി എടുത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇവിടെ മുന്നേയൊക്കെ വെക്കുമ്പോഴത്തേക്ക് പറയാറുണ്ട്, ഇടയ്ക്കൊക്കെ വെക്കണം കേട്ടോ, അതായത് കിട്ടുന്ന സമയത്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയും ചെറുപയറോ ചെറുപരിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ഇത് വെക്കുന്നതാണ് നല്ലതെന്ന് പറയാം കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനിത് വെക്കുമ്പോഴത്തേക്ക് വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. കാരണം ചെറുപയറും പരിപ്പും ഒക്കെ നമ്മൾ സാധാരണ തോരൻ വെച്ച് കഴിക്കുന്നതാണല്ലോ. ഇതൊക്കെ പിന്നെ വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ട് എല്ലാം കൂടി അതിൽ വാരിയിട്ടിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ നഷ്ടപ്പെടുത്തി കളയണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് പഴുത്തുപോയി അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഓയിലിലേക്ക് ചേർത്തതിന് ശേഷം നമ്മുടെ കുരുവിനാന്നരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ വാഴക്കൂമ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് അധികം ദിവസമായിട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ പറ്റുന്ന ഒട്ടും സാഹചര്യം ആയിരുന്നില്ല. ഭയങ്കര തിരക്കും കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ അരപ്പിന് വേണ്ടിയിട്ട് ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകവും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക അതിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് വാടിയെടുക്കുവാണ് കേട്ടോ. നന്നായി ഡ്രൈ ആക്കി എടുക്കുവാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിനിലേക്ക് വെച്ച് ഒന്ന് ഭംഗിക്കൊന്ന് അലങ്കരിച്ചതാണേ.